കോഴിക്കോട്. കൊച്ചി മുസിരിസ് ബിനാലേക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചി ഫോർട്ട് ആസ്പിൻവാളിൽ പതാക ഉയർന്നു. ഒന്നാം ബിനാലെയുടെ ക്യൂറേറ്റർമാരായ റിയാസ് കോമവും ബോസ് കൃഷ്ണമാചാരിയും ചേർന്ന് പതാക ഇത്തവണത്തെ ക്യൂറേറ്ററായ ജിതേഷ് കല്ലാട്ടിന് കൈമാറി. തുടർന്ന് ജിതേഷ് പതാക ഉയർത്തി. വൈകിട്ട് 7:30 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബിനാലെയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചി ബിനാലയുടെ രണ്ടാം എഡിഷന് തുടക്കമായിരിക്കുന്നു. രാവിലെ 12 മണിയോടുകൂടി പതാക ഉയർത്തിയാണ് ഇത്തവണത്തെ ബിനാലെ തുടക്കമായിരിക്കുന്നത്. ഏതാണ്ട് 30 രാജ്യങ്ങളിൽ നിന്നായി 94 കലാകാരന്മാർ അവരുടെ 100 സൃഷ്ടികളുമായി ഇവിടെ എത്തുകയാണ്. വരുന്ന 108 ദിവസങ്ങളിൽ ഈ ബിനാലെ വലിയ രീതിയിൽ പുരോഗമിക്കും. കലാലോകം മുഴുവനും ഫോർട്ട് കൊച്ചിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബിനാലയുടെ വിശേഷങ്ങളുമായി ഇത്തവണത്തെ ക്യൂറേറ്റർ ജിതേഷ് കല്ലാട്ട് നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ബിനാലയുടെ ഒരു സംഘാടനം? ഇത് ഭയങ്കര ഒരു രസമുള്ളൊരു മൊമെന്റ് ആയിരുന്നു. 12 മണി, സൂര്യൻ നേരെ മുകളിലാണ്, ഷാഡോ നേരെ താഴെയാണ്. So it was a very nice experience. I really enjoyed hoisting the flag. അതിൻ്റെ ഉള്ളിൽ പൂക്കളുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതൊരു നമുക്കൊരു മെറ്റഫറായിട്ട് തോന്നുന്നു. നമ്മളുടെ ഈ ഒരു ഫുൾ പ്രോജക്റ്റിൽ നമ്മൾ ഓരോ ആർട്ട് വർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും എത്രയോ അധികം അതിൽ ഡെപ്തും അതിങ്ങനെ ന്യൂ മീനിങ്സ് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഐ ഹാവ് എക്സ്പീരിയൻസ് അറ്റ് എ ലോട്ട് വൈൽ ഈവൻ ഇൻസ്റ്റാളിങ് ദ ഷോ. ഒരു വർക്ക് ഇവിടുന്ന് അവിടേക്ക് മാറുമ്പോൾ അവിടുന്ന് വരുമ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് മാറും, മീനിങ്സ് മാറും. സോ ഫ്ലാഗിൻ്റെ ഉള്ളിൽ ഫ്ലാസ് വീണപ്പോൾ ഹാഡ് ദിസ് എക്സ്പീരിയൻസ് ഓഫ് റിയലി വാട്ട് ദി ബൈനിയൽ ഹസ് ബീൻ. ലോകാന്തരങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ബിനാലെ, ഇതിന്റെ ഒരു ഇത്രയധികം ആളുകളെ ഇവിടെ കൊണ്ടുവരണം. സോ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ അബൌട്ട് 6 മാസം ഞാൻ സ്റ്റുഡിയോസിലും കോഫി ഷോപ്സിലും സ്കൈപ്പ് ചാറ്റ്സും പിന്നെ തിരിച്ച് കൊച്ചി വന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. സൃഷ്ടികളും പെയിന്റിങ്ങുകളും ഇൻസ്റ്റലേഷനുകളുമായി കൊച്ചിയുടെ കലാലോകം ഉണർന്നു കഴിഞ്ഞു. എന്തായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചക്കാരും കലാകാരന്മാരും ഇവിടെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്നും ബിനാലെ വിശേഷങ്ങൾ പങ്കുവച്ചത് അമ്പിളി. ഫോർട്ട് കൊച്ചിയിലെ ചുവരുകളിൽ പ്രത്യക്ഷപ്പെട്ട അജ്ഞാത ഗ്രാഫിറ്റികൾ പ്രേക്ഷക ശ്രദ്ധ നേടുന്നു.